അപ്പൊ ഇവിടെ നമുക്ക് ആന്റി ക്യാൻസറസ് പ്ലാന്റ്സ് ഉണ്ട്, പിന്നെ ആന്റി വൈറൽ പ്ലാന്റ്സ് ഉണ്ട്, ആന്റി മൈക്രോബിയൽ ഉണ്ട്, ആന്റി ഇൻഫ്ലമേറ്ററി ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് പ്ലാന്റ്സ് നമ്മളിവിടെ റീറ്റെയിൽ ചെയ്തു. നമ്മുടെ മെഡിസിനൽ ഗാർഡൻ ആണ്. ആക്ച്വലി ഇത് നമുക്ക് ഫണ്ട് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ് മെഡിസിനൽ ബോർഡാണ്. അവരുടെ ധനസഹായത്തോടു കൂടിയാണ് ഈ പ്രോജക്റ്റ് നമ്മൾ റൺ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ഇത് ചെയ്ത് ഇങ്ങനെ വന്നുവെങ്കിലും നമുക്ക് പല ഇവിടെ നമുക്ക് അറിയാമല്ലോ, ചില പരിമിതികളും കാലാവസ്ഥയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് പ്ലാന്റ്സ് നമ്മുടെ നഷ്ടപ്പെട്ടു. അത് റീഗെയിൻ ചെയ്യുകയും സൈമൾട്ടേനിയസ്ലി നമുക്ക് നെക്സ്റ്റ് ഇയർ അക്കാഡമിക് ഇയർ ഓൺവേർഡ്സ് ഒരു 10-50 പ്ലാന്റ്സും കൂടെ എങ്കിലും മിനിമം നമുക്ക് ഈ ഗാർഡനിലേക്ക് കൊണ്ടുവരണമെന്നും അത് നമുക്കൊരു എന്താ പറയുക പബ്ലിക് അവയർനെസ് കൊടുക്കാനും സ്റ്റുഡൻസിന് പഠിക്കാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റിൽ കൊണ്ടുവരുന്നത്. അതാണ് മെയിനായിട്ട്. കാരണം നിങ്ങൾ ക്ലാസ് റൂമിൽ പഠിക്കുമ്പോൾ ലൈവായിട്ട് പ്ലാന്റ് കാണാനും അത് ഐഡന്റിഫൈ ചെയ്യാനും അതിൻ്റെ ടാക്സോണമിയും അതിൻ്റെ ഫൈറ്റോകെമിക്കൽ ഡീറ്റെയിൽസും ഒക്കെ പഠിക്കാനായിട്ടാണ് നമ്മൾ മെയിൻലി ഈ കൺസേർവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഡിസിനൽ പ്ലാന്റ്സ്. അപ്പോൾ അതിൻ്റെ ഒരു കൺസർവേഷനാണ് ഈ ഒരു ഏരിയയിൽ നമ്മൾ ചെയ്യുന്നത്.